ശ്വേതാസ് ഡയറീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പാർട്ട് 2 ആയിട്ടൊക്കെ വേണേൽ കൺസിഡർ ചെയ്യാം. കാരണം ഓൾറെഡി ഞാൻ ഇതിട്ടതാണ്. പക്ഷേ ഈ ക്ലിപ്സൊക്കെ കഴിഞ്ഞ വട്ടം ഞങ്ങൾ ലയൺ സഫാരി പാർക്കിൽ പോയപ്പോൾ കാണാൻ പറ്റാത്തതും ഈ പ്രാവശ്യം പോയപ്പോൾ കണ്ടതുമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ബോട്സ്വാനയിൽ നിന്ന് ഫാമിലി ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വീക്കെൻഡിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ എവിടെ പോകണം എന്നൊക്കെ ആലോചിച്ച് വന്നപ്പോൾ തണുപ്പായതുകൊണ്ട് ഒത്തിരി ആക്ടിവിറ്റീസ് ഒന്നും പുറത്തിറങ്ങി ചെയ്യാൻ പറ്റത്തില്ല, വല്ല അസുഖമൊക്കെ പിടിക്കും എന്നൊക്കെയുള്ളൊരു റീസൺ കാരണം പിന്നെ കാറിനകത്ത് തന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം എന്നുള്ളൊരു പ്ലാനൊക്കെ വന്നു. അങ്ങനെയാണ് ലയൺ സഫാരി പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വട്ടം ഒരു മാപ്പൊക്കെ കിട്ടിയായിരുന്നു പോയപ്പോൾ എന്ന്. അപ്പോൾ ആ സെയിം മാപ്പ് തന്നെ ഈ പ്രാവശ്യം കിട്ടി. അപ്പോൾ അതിനകത്ത് പറയുന്ന എല്ലാ ആനിമൽസിനും നമുക്ക് കാണാൻ പറ്റും ഫോർ ഷുവറായിട്ട്. അപ്പോൾ അതാണ് പിന്നെ ഇവിടെ തന്നെ പോയേക്കാം എന്ന് വിചാരിച്ചത്. എല്ലാവർക്കും ഈ ആനിമൽസും വൈൽഡ് ലൈഫും ഒന്നും ഇഷ്ടപ്പെടുന്നവരാകണമെന്നൊന്നും ഇല്ല. പക്ഷെ ചിലവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ കുറച്ച് അഡ്വഞ്ചർ ആണല്ലോ, നമ്മൾ ഈ വൈൽഡ് ആനിമൽസൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. അല്ലേ നമ്മൾ കാറിൻ്റെ മണ്ടയ്ക്കൊട്ട് ഇതൊക്കെ ചാടുവോ വല്ലതും പറ്റുമോ എന്നൊക്കെയുള്ളൊരു മൈൻഡിൽ നമ്മുടെ ഓരോ തോട്ട്സ്. ഏതായാലും എല്ലാവരും കൂടെ ഒരുമിച്ചായതുകൊണ്ട് ഞങ്ങൾ ഏതായാലും എൻജോയ് ചെയ്തു ആ ട്രിപ്പ്. കഴിഞ്ഞ വട്ടം ഞാൻ പോയപ്പോൾ ഇവിടെ ലയൺ ഫീഡിങ് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഈ പ്രാവശ്യം പക്ഷേ മിക്കവാറും ഉള്ള ആനിമൽസ് എല്ലാം ഇരുന്ന് കഴിക്കുന്നത് കാണാൻ പറ്റി. നല്ല നല്ല ആനിമൽ എൻകൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അതാണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ, 2 സിംഹങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നത്. അതുകൊണ്ട് പോകുന്നൊരു മൈൻഡില്ലാതെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അത് ലയൺസ് നോക്കിയില്ലേലും എന്തായല്ലേ, നമുക്ക് അതിൻ്റെ പുറകിനങ്ങ് വിട്ടാലോ? എന്തു പറയുന്നു നിങ്ങൾ? പോവാം, പറയേണ്ടിയ താമസം. ഞങ്ങൾ അതിൻ്റെ പുറകിന് പോയി. സോറി ഗൈസ്, അതിൻ്റെ ബാക്ക് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ, അതിൻ്റെ മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് പുറകം കാണിച്ചുകൊണ്ട് നിൽക്കുവാണോ ആവോ, ദൈവത്തിനറിയാം. അടുത്തതായിട്ട് തോണ്ട് നിൽക്കുന്നു ഓസ്ട്രിച്ചുകൾ. ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടില്ലേ? അതിൻ്റെ മുട്ട തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഒരു 20 പേർക്കൊക്കെ ആ മുട്ട പൊട്ടിച്ച് നമുക്ക് ഓംലെറ്റ് പോലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതിൻ്റെ ഷെല്ലാണെങ്കിൽ ഭയങ്കര ഹാർഡാണ്, നമ്മൾ ഡ്രില്ല് ചെയ്ത് വേണം അതൊക്കെ ഒന്ന് കിഴിക്കാൻ. ഓസ്ട്രിച്ചിൻ്റെ മുട്ടയുണ്ടല്ലോ, ഇവിടെ ഉള്ളവരിങ്ങനെ അത് ഡ്രില്ല് ചെയ്ത് അതിൻ്റെ അകത്തെ എല്ലാം കളഞ്ഞിട്ട് എല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിങ്ങനെ പെയിൻറ്റ് ചെയ്തും അല്ലെങ്കിൽ കുറേ ഹോൾസൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഡിസൈനൊക്കെ വെച്ചിട്ട് അത് ടേബിൾ ലാംപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംപ്സൊക്കെ ആയിട്ടും യൂസ് ചെയ്യും. ഇവിടെ അതുപോലെ ഡെക്കറേഷൻ ഷോക്കേസ് പീസായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് വിൽഡർ ബീസ്റ്റാണ്. ഇതിൻ്റെ ഫ്ലഷ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീറ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കുകയാണെങ്കിൽ. ഒരു പെർട്ടിക്കുലർ ടൈമൊക്കെ ഉണ്ട് ഈ ആനിമൽസിനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പെർട്ടിക്കുലർ ഷൂട്ടിംഗ് ലൈസൻസ് ഉള്ളവരാണ് ഇതിനെയൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നവർ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മീറ്റൊക്കെ കിട്ടും. നാട്ടിലെ പോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ വൈൽഡ് ആനിമൽസിൻ്റെ അവൈലബിലിറ്റിക്ക്. കറക്റ്റായിട്ടുള്ള പാത്തിലാണ് നമുക്ക് ഈ മീറ്റൊക്കെ കിട്ടുന്നെങ്കിൽ യാതൊരു പ്രശ്നമില്ല ഇവിടെ. കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഇവിടെ പോയപ്പോൾ എല്ലാ ആനിമൽസും എനിക്ക് തോന്നുന്നു റെസ്റ്റ് ചെയ്യുമായിരുന്നെന്ന് തോന്നുന്നു. കൈൻഡ് ഓഫ് സമ്മർ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പോയത്. ഇപ്രാവശ്യം പക്ഷേ വിൻ്റർ ടൈമിലാണ് പോയത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും സണ്ണിന് വേണ്ടി ഇങ്ങനെ തേരാപ്പാര നടക്കുമായിരുന്നെന്ന് തോന്നുന്നു. അതുങ്ങൾക്കും തണുപ്പ് കാണുമായിരിക്കുമല്ലോ. അടുത്തതായിട്ട് നമ്മുടെ ചീറ്റക്കുട്ടനാണ്. അതിങ്ങനെ കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഏതോ ഒരു ആനിമലിൻ്റെ കാലാന്ന് തോന്നുന്നു. ഇതിനും നമ്മളെ ഒന്നും ഒരു മൈൻഡും ഇല്ല. വിശന്നിട്ടായിരിക്കും ഇരുന്ന് കഴിക്കട്ടല്ലേ, അതായിരിക്കും എല്ലാവർക്കും നല്ല. അല്ലെ നമ്മളെ വല്ലതും കഴിക്കാൻ തോന്നിയാലും. അതുകൊണ്ട് നിൽക്കുന്നു ടോളസ്റ്റ് ആനിമൽ. കഴിഞ്ഞ വട്ടം ജിറാഫ് ഫീഡിങ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത് എവിടെ ആയിരുന്നെന്ന്. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം ഏതായാലും ജിറാഫിൻ്റെ ഫീഡിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ ഞങ്ങൾ പോയി. അപ്പോൾ അടുത്തതുകൊണ്ട് നിൽക്കുന്നു നീളമുള്ള ജിറാഫ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിലെ കാഴ്ചകൾ. നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ശ്വേതാസ് ഡയറീസ്.